ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടുകളുണ്ടാകുന്ന ചിരട്ടകൾ ഉപയോഗിച്ച് എങ്ങനെ ഗാർഡൻ നല്ല ഭംഗിയുള്ളതാക്കി തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഗാർഡന് ഭംഗിയുള്ളതാക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കുറച്ച് ഐഡിയാസാണ് ഇതിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അതെന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. വീട്ടിൽ അത്യാവശ്യം ചിരട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് ഈ ചിരട്ടകൾ വെച്ച് നമ്മുടെ ഗാർഡനിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് കുറച്ച് ഐഡിയാസൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തത് ചിരട്ടകൾ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ഓരോ ചിരട്ടകളുടെ മേലെ മറ്റുള്ള ചിരട്ടകൾ ഇങ്ങനെ എടുത്ത് വെച്ച് ഒരു പോട്ടിൻ്റെ ഷേപ്പിൽ അത് ആക്കി കുറച്ച് ഹൈറ്റിലും ആണ് ഞാനത് ചെയ്തത്. എന്നിട്ട് നമ്മൾ സാധാ ഒരു പോട്ടിൽ ചെയ്യണ പോലെ തന്നെ മണ്ണിട്ട് കൊടുത്ത് അതിൽ ഒരു പ്ലാന്റും വെച്ച് കൊടുത്ത്, അപ്പോൾ കുറച്ച് ഹൈറ്റിലും അതുപോലെ തിക്കായി വളരുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ അത് വെച്ച് കൊടുത്തപ്പോൾ ശരിക്കൊരു നമ്മൾ പോട്ടിൽ വെച്ചതുപോലെ തന്നെയാണ് അത് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാനിപ്പോൾ ചിരട്ടകൾക്ക് പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. ചിരട്ടകൾക്ക് പെയിൻ്റ് അടിച്ചാൽ ഇതിനും കുറച്ച് അട്രാക്ഷൻ ഇതിന് കിട്ടും. അടുത്തതായിട്ട് ഞാൻ ചെയ്തത് റൗണ്ട് ഷേപ്പിൽ ചിരട്ടകൾ വെച്ച് കൊടുത്തു. അത് അത്യാവശ്യം വലിയൊരു റൗണ്ട് ഷേപ്പായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു റൗണ്ടും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചിരട്ടകൾ വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ രണ്ട് റൗണ്ടിലും ചെടികൾ വെച്ച് കൊടുത്തു. അപ്പോൾ ചെറിയ റൗണ്ടിൽ വാണ്ടറിഞ്ചുവും അതുപോലെ വലിയ റൗണ്ടിൽ ടർട്ടിൽവൈനാണ് വെച്ച് കൊടുത്തത്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചെടികൾ വളർന്നു വരുന്തോറും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇതിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വലുതായിട്ട് ചിരട്ടകൾ കാണാതെ വരും. അപ്പോൾ അതാണ് ഇതിൽ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് ഇങ്ങനെയാണ് കേട്ടോ വന്നത്. നല്ല ഭംഗിയുണ്ട്. ആ ടർട്ടിൽവൈനോ അതുപോലെ വാണ്ടറിഞ്ചുവോ ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചെയ്തത്, ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ഒരു ഷേപ്പ് ആക്കി വെച്ചു. എന്നിട്ട് ഈ ഷേപ്പുകളിലൊക്കെ ചിരട്ട വെച്ച് കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നതൊക്കെ റൗണ്ട് ഷേപ്പിലാണ് കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ അതുപോലെ ട്രയാങ്കിൾ ഷേപ്പൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും. ഞാനിപ്പോൾ ഇത് എൻ്റെ ഒരു ഗാർഡനിലേക്ക് മാച്ചായത് ഈ ഒരു റൗണ്ട് ഷേപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം വരച്ച ഓരോ ഷേപ്പിലും ഓരോ വ്യത്യസ്ത പ്ലാന്റ്സുകൾ വെച്ച് കൊടുത്തു. അതുപോലെ ബോർഡറിൽ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ബോർഡർ ഗ്രാസാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ അത് ചെടികളൊക്കെ വളർന്നു വന്നപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് സത്യം പറഞ്ഞാൽ ഫുള്ള് ഗ്രീനായപ്പോൾ മുറ്റം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. വേറെ ചിരട്ട കൊണ്ടുള്ള ഐഡിയ ഞാൻ ചെയ്തത് ഒരു ടർട്ടിൽവൈൻ വാട്ടർഫോൾ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള കുറച്ച് ഹൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള രണ്ട് കല്ലുകൾ എടുത്ത് വെച്ചു. ഇതിന് പകരം നമുക്ക് കുറച്ച് ഹൈറ്റിന് വേണ്ടി വേറെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ കല്ലിൻ്റെ മേലെ കല്ല് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണിട്ട് കൊടുത്തു. കല്ല് കണ്ടാലൊരു ബോറാണല്ലോ. അപ്പോൾ അത് മണ്ണിട്ട് കൊടുത്തു. അതുമല്ല, അതിൻ്റെ മേലെ ഇങ്ങനെയുള്ളൊരു ജാറാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ മണ്ണിലാണ് ഇത് ശരിക്കും ഇരിക്കുകയുള്ളൂ. എന്നിട്ട് ഇതിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്ത് അതിൽ ടർട്ടിൽവൈൻ ഒരു വാട്ടർഫോൾ പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഐഡിയയിൽ ഞാൻ വെച്ച് കൊടുക്കുന്നത് ടർട്ടിൽവൈനോ അതുപോലെ വാണ്ടറിഞ്ചുവും തന്നെയാണ്.
അപ്പോൾ അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബോർഡറിലൊക്കെ ചിരട്ടയാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ വാട്ടർഫോൾ പോലെ ഇങ്ങനെ ടർട്ടിൽ വെയിൻ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു ഷേപ്പ് വേണമല്ലോ. അപ്പോൾ ചിരട്ട വെച്ച് കൊടുത്തു. അതുപോലെ വാണ്ടറിഞ്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഷേപ്പിലും ചിരട്ട വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചിരട്ടകൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ ഒരു ഭാഗം ടർട്ടിൽ വെയിനും വെച്ചു, ബാക്കി 2 സൈഡിലും വാണ്ടറിഞ്ചുവും വെച്ച് കൊടുത്തു. അടുത്തതായിട്ട് ഞാൻ ചെയ്തത് ഇതുപോലെയുള്ളൊരു PVC പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ മേടിച്ചതാണ്. ഇപ്പോൾ ഇതുപോലത്തെ PVC പൈപ്പ് നമ്മളുടെ കയ്യിലില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോളാക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ PVC പൈപ്പ് ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടു. എന്നിട്ട് അതിലോട്ട് മണ്ണിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല പോട്ടി മിക്സാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആട്ടിൻകാഷ്ടവും അതുപോലെ സാദാ മണ്ണും ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിൽ വാണ്ടറിഞ്ചു വെച്ച് കൊടുത്തു. ആ ഹോളുകളൊക്കെ ഫില്ല് ചെയ്തു വാണ്ടറിഞ്ചു വെച്ചിട്ട്. എന്നിട്ട് ആ PVC പൈപ്പിന് ചുറ്റുമായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ കുറച്ച് വലിപ്പത്തിൽ തന്നെ ചിരട്ടയും വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ഷേപ്പിൽ വാണ്ടറിഞ്ചുവും വെച്ച് കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത ഐഡിയാസിലൊക്കെ വാണ്ടറിഞ്ചുവും ടർട്ടിൽ വെയിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ടർട്ടിൽ വെയിന് വെച്ച് കൊടുക്കുമ്പോൾ ഏതൊരു ഗാർഡനും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ. അതിൻ്റെ ഗ്രീൻ കളറ് എന്തായാലും നല്ലൊരു പ്രത്യേകതയാണല്ലോ. വളർന്നു വന്നപ്പം ഈ ഐഡിയയുടെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. പിന്നെ വേറെ ചെയ്തൊരു ഐഡിയ ആണിത്. ഇത് ജസ്റ്റ് മതിലിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചിരട്ടകൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ടർട്ടിൽ വെയിനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വലുതായപ്പോൾ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അരീലിയ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചിരട്ടകൾ ഉപയോഗിച്ചിട്ട് എൻ്റെ ഗാർഡനിൽ ചെയ്ത കുറച്ച് ഐഡിയാസുകൾ. എല്ലാം വളർന്നു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ വളർന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ടർട്ടിൽ വെയിനൊക്കെ നന്നായിട്ട് വളർന്നിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിയാൽ അതിൻ്റെ ഭംഗി ശരിക്കും വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഐഡിയാസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.